ഹലോ വെൽക്കം ബാക്ക് ടു ബ്ലൂ ചില്ലി. ഇനി നമുക്കൊരു പുലാവ് ഉണ്ടാക്കാം. സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 സ്പൂൺ നെയ്യാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർക്കാം. ഞാൻ അധികം സ്പൈസസ് ചേർത്തിട്ടില്ല, എല്ലാവരുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്താൽ മതി. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തേക്കുന്നത്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. സവോള, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, ഗ്രീൻ പീസ് വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതൊന്ന് ഹാഫ് കുക്കാവുന്നിടം വരെ ഒന്ന് അടച്ചു വെച്ചേക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പെന്ന് പറയുന്നത് നമ്മൾ അരിക്കും കൂടി ചേർത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമില്ലാണ്ടാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഇത് ഈ വെജിറ്റബിൾസിൻ്റെ ഒപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ 3 കപ്പിൽ 1 കപ്പ് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ബാക്കി 2 കപ്പ് സാധാരണ വെള്ളവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെക്കുക. ഇടയ്ക്കൊന്നെടുത്ത് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് 2 വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കുക. അപ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താലും വേവും. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ദം ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു മൺചട്ടി എടുക്കാം. ഇത് ചൂടാക്കിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യിൽ തന്നെ ഫ്രൈ ആക്കിയ ഒനിയൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. ഇത് ലെയർ ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ 2 സ്പൂൺ ചോറിട്ടതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യും മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്ര ലെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് ഏറ്റവും അവസാനവും നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കണം. നമ്മൾ സർവ് ചെയ്യുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് കഴിക്കുന്ന ആ ഒരു സമയത്തിന് തൊട്ട് മുമ്പ് ഒരു 2 സെക്കൻഡ് വല്ലതും ചട്ടി ഒന്നും കൂടി ചൂടാക്കണം. ഒന്നും കൂടി ചൂടായിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ലെയറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ചട്ടി ആ സമയത്ത് ചൂടായിരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കഴിക്കാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ചൂടാക്കിയാൽ മതി. എല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് സെറ്റായിട്ടുണ്ടാകും. ഒരു നല്ല ചൂടൊക്കെ ആയിട്ട് ഉള്ളിൽ ആ വെജിറ്റബിൾസും നെയ്യൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചൂടായിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യുകയും ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ശരിക്കും ഇഷ്ടമാവും. സാധാരണ പുലാവ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.